ഹായ് ഗായ്സ്, സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഊത് ഫ്രാഗ്രൻസ്. പൊതുവേ ഈ ഊത് ഫ്രാഗ്രൻസ് ഒക്കെ നമ്മൾ വിൻ്ററിൽ, അതുപോലെ നൈറ്റിൽ, അതുപോലെ ഈവനിങ് വൈബിൽ, ക്ലബിങ്ങിലൊക്കെയാണ് ഊത് ഫ്രാഗ്രൻസ്. സ്ട്രോങ് ആയിട്ടുള്ള സ്പൈസി ആ ഒരു ഓറിയൻ്റലായിട്ടുള്ള കുറേ ഫ്രാഗ്രൻസ് ഒക്കെ നമ്മൾ പൊതുവേ വിൻ്ററിലാണ്, അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാർക്ക് ക്ലൈമറ്റിലാണ് നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ച് പെർഫ്യൂം സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഊത് ഫ്രാഗ്രൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അഹമ്മദ് അൽ മഗ്രിബിന്ന് സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ 3 ഊത് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു പെർഫ്യൂം വേൾഡ്. ഫസ്റ്റ് വൺ നമ്മളെ പേര് പോലെ തന്നെയാണ്. ഏത്? സമ്മർ ഊത്. സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഊതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഫ്രം അഹമ്മദ് അൽ മഗ്രിബി. ഈ വീഡിയോയിൽ പറയുന്നത് അഹമ്മദ് അൽ മഗ്രിബി എന്ന് മാത്രമുള്ള ഒരു 3 ഫ്രാഗ്രൻസ് ആട്ടോ. ഓക്കെ, ഇതാണ് പ്രൊഡക്റ്റ് സമ്മർ ഊത് ഫ്രം അഹമ്മദ് അൽ മഗ്രിബി. ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടിസ്റ്റാണ്. ഫ്രം ലൂയി വിറ്റൻ്റെ ഓംബ്രി നൊമേഡിൻ്റെ DNA വെച്ച് അതിൽ കുറച്ച് കാരമലും ഊതും, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള വനില, സ്വീറ്റ്, അരോമാറ്റിക്, ആംബർ, വുഡി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഊത് ഫ്രാഗ്രൻസ് ആണ് ഫ്രം അഹമ്മദ് അൽ മഗ്രിബി. ഇറ്റ്സ് സമ്മർ ഊത്. അയ്യവാ, അടിപൊളി സ്മെല്ലാട്ടത്. ഓക്കെ, ഞാൻ ഒരു ദിവസം തടിച്ചിട്ട് പള്ളി പോയ സമയത്ത് ഉള്ളിൽ കയറിയപ്പോഴൊന്നും ഉള്ളിൽ ഫുള്ള് ആസിയാണ്. ഉള്ളിൽ കയറിയപ്പോഴൊന്നും എനിക്കിതിൻ്റെ ഒരു പ്രൊജക്ഷൻ നന്നായിട്ട് കിട്ടുന്നില്ല. നല്ല രൂപത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് നല്ല അടിപൊളി ആ ഒരു പ്രൊജക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അതാണ് സമ്മർ ഊത്. സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഊത് ഫ്രാഗ്രൻസ് ആണ് ഫ്രം അഹമ്മദ് അൽ മഗ്രിബി. ഓക്കെ, ലാസ്റ്റിംഗ് പറയുകയാണെങ്കിൽ മോർ ദാൻ 1 day പ്ലസ് ലാസ്റ്റിംഗ് എനിക്ക് എൻ്റെ ബോഡിയിൽ, നമ്മുടെ ക്ലൈമറ്റിൽ, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊജക്ഷൻ 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ പ്രൊജക്ഷനും ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും എടുത്തൊരാൾക്ക് വരികയാണെങ്കിൽ, പാസ് ചെയ്യുകയാണെങ്കിൽ 4 മണിക്കൂർ കഴിഞ്ഞാലും ഈ സാധനം പ്രൊജക്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദ സെക്കൻഡ് വൺ മർജ് ആൻഡ് അഹിൽ. ഓക്കെ, മർജ് ഇമ്പീരിയൽ വാലിൻ്റെയും പിന്നെ ഒരു ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ടിസ്റ്റാണ്. പക്ഷേ ഇമ്പീരിയൽ വാലി എന്ന് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. നല്ല ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടിസ്റ്റ്. ഇതിൽ വരുന്നുള്ളത് നല്ല ബ്ലാക്ക് പെപ്പർ, സാഫ്രോണ്, ഊത്, റോസ്, ലെതർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു അറബിക് ടൈപ്പ് ഒരു ഓറിയൻ്റൽ ഫ്രാഗ്രൻസ് ആണ് മർജ്. സൂപ്പറാണ്. ബീസ്റ്റ് മോഡാണ്. സ്ട്രോങ് ആയിരിക്കും. ലൈറ്റ് ഫ്രാഗ്രൻസ് അല്ല. ഇത് 2 ക്ലൈമറ്റിൽ യൂസ് ചെയ്യുക. വിൻ്ററിൽ യൂസ് ചെയ്യുക, സമ്മറിൽ യൂസ് ചെയ്യുക. സമ്മറിലൊക്കെ നല്ല പെർഫോമൻസ്, നാട്ടിലൊക്കെ അടിച്ചിട്ട് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ലാസ്റ്റിംഗ് 1 day പ്ലസ് ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രൊജക്ഷൻ ഒരു 4-5 മണിക്കൂറൊക്കെ നല്ല പ്രൊജക്ഷനാണ്. അടിപൊളി സാധനം. കോംപ്ലിമെൻ്റ് കെട്ടറാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും കൂടി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് സെക്കൻഡ് വൺ പുതിയതായിട്ട് അവർ റിലീസ് ചെയ്തിട്ടുള്ളതാണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ അഹിൽ. ഓക്കെ, ഇത് വരുന്നത് മൈസൺ ക്രിവേലിൻ്റെ ഊതുമറക്കൂജൻ്റെ ടിസ്റ്റാണ്. ഗിസൻ്റെ, കുവൈത്തിലുള്ള ഗിസ ഇറക്കിയിട്ടുള്ള അക്കോയ. ഈ അക്കോയൻ്റെ ടിസ്റ്റാണ് അഹിൽ. അക്കോയൻ്റെ DNA എടുത്തിട്ട് അതിൽ കുറച്ചും കൂടിയും ഒരു ഓറിയൻ്റൽ ടൈപ്പ് ഊതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി സാധനമാണ്. ഇതിലവർ ഒരു ഇന്തോനേഷ്യൻ ദഹൻ ഊതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് പിന്നെ ആ ഒരു നോട്ട്സ് ഒന്നും വല്ലാണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓറിയൻ്റൽ ടിസ്റ്റ് വരുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ DNA വരുന്നുണ്ട്. ഇത് സംതിങ് യുണീക്കാണ്. നല്ല പ്രൊജക്ഷൻ ഉണ്ട്. ഒരു 2-3-4 മണിക്കൂറൊക്കെ നല്ല പ്രൊജക്ഷനാണ്. നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ലൈറ്റ് ഫ്രാഗ്രൻസ് അല്ല, സ്ട്രോങ് ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഫുള്ള് സ്ട്രോങ് ആണ്. ലൈറ്റ് ഫ്രാഗ്രൻസ് ആഗ്രഹിക്കുന്നവരാരും ഇത് ട്രൈ ചെയ്യരുത്. അതുപോലെ മൈഗ്രെയിൻ ഇഷ്യൂകളൊന്നും ഒരിക്കലും ട്രൈ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് 1ഉം 2ഉം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് 3 ഫസ്റ്റ് സമ്മർ ഊത്, മർജ്, അഹില്. ദ നെക്സ്റ്റ് വൺ ബോംബെ ഊത്. ഓക്കെ, ഇതും ടിസ്റ്റാണ്. ലൂയി വിറ്റൻ്റെ സ്റ്റെല്ലർ ടൈംസ് എന്നൊരു പെർഫ്യൂം ഉണ്ട്. അതിൻ്റെ ഒരു ഓറിയൻ്റൽ ഊതും സാൻഡൽവുഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ടിസ്റ്റാണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ബോംബെ ഊത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്മെല്ല്. അടിപൊളി സ്മെല്ലാണ്. ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അഹമ്മദ് അൽ മഗ്രിബി പോയിട്ടൊന്ന് അടിച്ചു നോക്കി. കിട്ടു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു വാം ആയിട്ടുള്ള ഫ്രഷ് വൈറ്റ് ഫ്ലോറൽ, മസ്കി, സാൻഡൽവുഡ്, അതുപോലെ ഊത് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് അഹമ്മദ് അൽ മഗ്രിബിൻ്റെ ബോംബെ ഊത്. ലാസ്റ്റിംഗ് കോൺസെൻട്രേഷൻ എപ്പോഴും അവർ നന്നായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കാറുണ്ട്. 45% കോൺസെൻട്രേഷനാണ്. എക്സ്ട്രാ ഡീപ്പ് പെർഫ്യൂം വേരിയൻറ്റിലാണ് വരുന്നത്. EDP ആയിരിക്കും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ലാസ്റ്റിംഗ് മോർ ദാൻ എ ഡേ, 1 day പ്ലസ് കൺഫേം ആണ്. അത് വിൻ്ററിൽ ഉപയോഗിക്കുക, സമ്മറിൽ ഉപയോഗിക്കുക. ബീസ്റ്റ് മോഡ്. പ്രൊജക്ഷൻ 2-3-4 മണിക്കൂറൊക്കെ സൂപ്പർ പ്രൊജക്ഷനാണ്. ഓക്കെ, ദിസ് ഈസ് ബോംബെ ഊത്.
പിന്നെ അഹമ്മദ് അൽ മഗ്രിബിൽ സമ്മറിൽ ഉപയോഗിക്കാൻ പറ്റിയ കുറേ സാധനം ബിൻഷേക്ക് ഉണ്ട്. ബിൻഷേക്ക് ഞാൻ സമ്മറിൽ റെക്കമെൻഡ് ചെയ്യില്ല, അത് വിൻ്റർ പെർഫ്യൂമാണ്. ഓക്കെ. പിന്നെ വരുന്നത് തഖഫ്. യെസ്, തഖഫ് ഉണ്ട്. തഖഫ് ഞാൻ 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്കിത് സ്മെല്ല് ഓക്കെയാണ്, പക്ഷേ എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. തഖഫ് ഇതും സമ്മറിൽ പറ്റും, കാരണം ഇതൊരു ലെമൻ്റെ ഫ്രാഗ്രൻസ്, അതിൽ കുറച്ചും കൂടി ഒരു ലെമൻ്റെ ഫ്രാഗ്രൻസ് ഒരു അവരെന്ത് ചെയ്തിട്ടാണ് അറിയിച്ചാൽ ഒരു ഓറിയൻ്റൽ ലെവലിലോട്ട് കൊടുക്കുന്നതാണ് ഈ തഖഫ് എന്നുള്ള പെർഫ്യൂം. നൈസ് വൺ. ഇത് അടിച്ച സമയത്തൊക്കെ എനിക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ കോംപ്ലിമെൻ്റ് ഒന്നുമല്ല, ആകെ 1, 2, 3 കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും സ്മെല്ല് കൊള്ളാം. പക്ഷേ ഇത് ഞാൻ അങ്ങനെ ഒരു ഹൈപ്പ് ഇട്ട് പറയുന്നില്ല. ഓക്കെ. പിന്നെ അഹമ്മദ് അൽ മഗ്രിബി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലെതർ. എപ്പോഴും ലെതർ ഇത് നിങ്ങൾക്ക് സമ്മറിൽ ഉപയോഗിക്കാം, വിൻ്ററിൽ ഉപയോഗിക്കാം. നല്ല ടെസ്കൻ ലെതറൊന്നും എനിക്ക് ടെസ്കൻ ലെതർ വല്ല ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇതിൽ കുറച്ച് ബെറീസൊക്കെ ആഡ് ചെയ്തിട്ട് ഫ്രൂട്ടി നോട്ടൊക്കെ ലൈറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു അടിപൊളി സ്മെല്ലാണ്. ലെതർ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതാണ് ലെതർ വരുന്നത്. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്, പച്ചോളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സമ്മറിൽ ഉപയോഗിക്കേണ്ട കുറേ പെർഫ്യൂം ഉണ്ട്. ഇനി സമ്മറിൽ ഉപയോഗിക്കേണ്ട ഫ്രഷ് ഫ്രാഗ്രൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോ അതായിരിക്കും. ഓക്കെ. പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒന്ന് സബ് ചെയ്തോളി.